Hi friends, welcome to Garam Masala, the magic spices of cooking. മുരിങ്ങയ്ക്ക പരിപ്പ് കറി അല്ലെങ്കിൽ ഡ്രം സ്റ്റിക് ദാൽ കറി. ഇന്ന് നമുക്ക് മുരിങ്ങയ്ക്കയും പരിപ്പും ഉപയോഗിച്ച് ഒരു നാടൻ കറി ഉണ്ടാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: മുരിങ്ങയ്ക്ക 3 എണ്ണം വലുത്, തുവരപ്പരിപ്പ് 1/2 കപ്പ്, സവാള 1 എണ്ണം, തക്കാളി ഒരു മീഡിയം സൈസ്, പച്ചമുളക് 3-4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ്. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ 1/2 കപ്പ്, ജീരകം 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, ചെറിയ ഉള്ളി 3-4 എണ്ണം. വറവിന് വേണ്ട ചേരുവകൾ: കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 3-4 എണ്ണം, കറിവേപ്പില, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് പരിപ്പിനെ 30 മിനിറ്റ് കുതിർത്തിയതിനു ശേഷം വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഇവിടെ ഞാൻ ഒരു മൺചട്ടിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് സവാള, പച്ചമുളക്, തക്കാളി, മുരിങ്ങയ്ക്ക, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി തേങ്ങ, ജീരകം, പച്ചമുളക്, ചെറിയുള്ളി ഇവ ഒരല്പം വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം. പരിപ്പ് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രം തേങ്ങ ചേർത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പൊഴിക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കണം. ഇതിനുവേണ്ടി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇവ ചേർത്ത് വറവ് തയ്യാറാക്കണം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഡ്രം സ്റ്റിക് ദാൽ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പ്ലെയിൻ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. താങ്ക് യു.